ചന്ദ്രേട്ടാ, ഞാൻ ഈ പത്രം നോക്കുന്നുണ്ടേ. ഹോം നേഴ്സിനെ ആവശ്യമുണ്ട്. ഓ, ഇന്നുമില്ല അല്ലേ? ആ, ഇവിടെ ഉണ്ടല്ലോ. ചന്ദ്രേട്ടാ, ഈ പേപ്പറിന്റെ 4ാമത്തെ പേജ് എടുത്തിട്ടുണ്ടേ. ഇനി ജോമോനെ അറിയിക്കണല്ലോ ഇത്. ജോമോനെ! എന്നെ വിളിച്ചോ? അല്ല, വിളിച്ചതുപോലെ തോന്നി. ജോമനെ, നീ അടവർക്കല്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു ചരക്ക് വരട്ടടാ. നിന്നെ പുന്നല്ലേ ഞാൻ വിളിക്കാറുള്ളൂ. ഇതിപ്പോ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. അത് ഞാൻ തന്നെ അങ്ങോട്ട് ഒതുക്കി. നീ ആ രാവണിയുടെ അടപ്പിച്ച് നോക്കി. ഓ, അവിടെ ജോമനെ, നീ ഇവിടെ നിൽക്കുകയാണോ? എനിക്കറിയായിരുന്നു നീ ഇവിടെ ഉണ്ടാവുന്നു. അതല്ലേ നിന്റെ വീട്ടിൽ പോലും പോവാതെ ഞാൻ ഇവിടെ വന്ന്. എടാ, നീ ഇത് കണ്ടോ? അണ്ണാ, ഇത് വല്ലതും നടക്കും, പക്ഷെ കുറച്ച് ചെലവുണ്ട്. വരെ പോണ്ടി വരും. പിന്നെ ഒരു 3000 രൂപ. രായനന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഒരുക്കുക നാളെ. പിന്നെ പെയിന്റടി നമ്മുടെ സുഭാഷണ്ണന. അതിനെ പോയപ്പോൾ ഇത്രയും കാശ് കിട്ടത്തില്ല. എങ്കിലും ഒരു കല്യാണല്ലടാ, നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ വൈകിട്ട് വലറിയാൻ പോടാ. കിട്ടുന്നത് ക്ലീറ്റസ് ചേട്ടന് കൊടുക്കാം. 2 ദിവസത്തിനകം പോണം. പെട്ടെന്ന് റെഡി ആയിക്കോ. എന്തെങ്കിലും നോക്കാം. ടേക്ക് ഇറ്റ് ഈസി പോതൻ. ആ തോക്ക് താഴെ. തോക്കല്ലേ, ഇത് കല്ല. എങ്കിൽ കല്ല് താഴെ. അച്ഛനോട് ഇതെങ്ങനെ പറയും? ജ്യേഷ്ഠൻ മാഷ് ഇന്നും വിളിച്ചിരുന്നു അല്ലേ? നീ ഇതെന്ത് ഭാവിച്ചാ കലേഷേ? എനിക്കറിയാമല്ലോണ്ട് ചോദിക്കുക. ഓ, തുടങ്ങി. കഴിഞ്ഞെടുത്തേ. അച്ഛാ, ആ 4ാമത്തെ പേജ് നോക്കി. വലത് സൈഡ് താഴെ. അതിലെന്താണ്? ഓ, പട്ടിയുടെ വാല് കുഴലിട്ടാലും പിന്നെ അത് വളഞ്ഞിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയാലോ നിന്റെ കാര്യം. എടേ, എത്രാമത്തെയാണ്? എനിക്ക് തന്നെ അറിയാൻ പാടില്ല. പണ്ടാരം. അച്ഛാ പ്ലീസ്, ഇതങ്ങനെയല്ല. മോനെ, ഇതൊക്കെ ഒരു യോഗമാണ്. അത് ഭാഗ്യമുള്ളവർക്ക്. വെറുതെ ജീവിതം വേസ്റ്റ് ആക്കുമല്ലേ. പിന്നെ നീ എന്ത് കാര്യത്തിന് MA വരെ പഠിച്ചത്? എന്നെ കാണിക്കാനോ? ആ നാട്ടുകാരെ കാണിക്കാനോ? അതോ പുന്നാരിച്ച് വഷളാക്കി നിന്റെ അമ്മയെ കാണിക്കാനോ? എന്താണെങ്കിലും പോട്ടെ. ആ ടൂറിസ്റ്റ് സെന്ററിൽ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് വാങ്ങാൻ എത്ര ആണെന്നോട് ഞാൻ പറഞ്ഞു. അച്ഛ അറിയാഞ്ഞിട്ടല്ല, എന്തോ ഒരു മോഹം, ആഗ്രഹം. പഠിപ്പിക്കാനൊന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല അച്ഛാ. ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? അച്ഛ, ലാസ്റ്റ് ചാൻസ് പ്ലീസ്. മോനെ, ഇനി നിന്റെ ഇഷ്ടം. ആകെപ്പാടെ നീ ഒന്നേ ഉള്ളൂ. പ്രായം മുന്നോട്ടാണ് പോകുന്നത്, പിന്നോട്ടല്ല. ഇനി അച്ഛനൊന്നും പറയാനില്ല. ഇനി ആ കില്ലറിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാം. എങ്ങോട്ടല്ലേ ചേട്ടാ? എടാ, കില്ലറിന്റെ വീട് വരെ. കില്ലറിന്റെ വീട്ടിൽ നല്ല പൂരപ്പാട്ട് കിടക്കണ്ട്. ഓടിച്ചല്ല അങ്ങോട്ട്. വൈകിട്ട് മാച്ച് ഉണ്ട് കേട്ടാ. ആ, എത്തിയേക്കടാ. പറഞ്ഞ ശരിയാ. കില്ലറേ പോയി. നീയായിരുന്നോ? എന്താടാ, ഇന്നും വിരുന്നുകാരുണ്ടോ? എത്ര കോഴിയെ കീച്ചണം? കോഴിയെ കീച്ചാനല്ല, ആ പത്രം എടുത്ത് നോക്കിയേ. അതിലൊരു വാർത്തയുണ്ട്, നമുക്കത് കീച്ചാം. എന്റെ പൊന്ന് കലേഷേ, നീ വല്ല കോഴിയെ താറാവിനെ കീച്ചണേ പറ, ഞാൻ പിൻഷ് ചെയ്തു. പക്ഷെ ഇത് നോ കോൺട്രിമെന്റ്. കോൺട്രിമെന്റ്സ് അല്ല, കോംപ്രമൈസ്. ആ കീച്ച് തന്നെ. അണ്ണൻ നിങ്ങളെ കൊണ്ട് പറ്റും ബായി. യു ആർ എ പ്രൊഫഷണൽ കില്ലർ, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വരാം. പക്ഷെ 5ന്റെ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. നാളെ മതിയോ? ഒരു 5 താറാവിനെ കീച്ചാനുണ്ട് നമ്മുടെ പിരിപ്പ് സാറിന്റെ വീട്ടിൽ. റെഡി ക്യാഷാണ്. മറ്റന്നാ മതി. ശരിയെന്നാ. പിന്നെ എന്തിനാ മുമ്പേ ചീത്ത വിളിച്ചോണ്ടെന്നേ? നീ ഇത് കണ്ടോ? ഒരാഴ്ചയായ ഷർട്ടാണിത്. നീ ഇതിന്റെ കഷം കണ്ടല്ലോ? ആ, കീച്ചു വെച്ചിരിക്കുന്നു. ആര്? എലി. എലിയോ? ആന്നേ. വല്ല കോഴിയെ താറാവിനെ ആണെങ്കിൽ മണക്ക് മണക്കിന് കീച്ച. പക്ഷെ ഈ പുല്ലിനെ കയ്യിലോട്ട് കിട്ടുന്നില്ലെന്നേ കീച്ചാൻ. കൈ വിടാം. ഓ, ഞാൻ പോവാ. പിന്നെ വൈകിട്ട് മാച്ച് ഉണ്ട്, കൊച്ചുകുഞ്ഞ് പറഞ്ഞിട്ട് പോയതാ. ഞാൻ ഏറ്റ്. ഞാൻ എന്റെ പേടകത്തെ വന്നേക്കാവുന്നേ. രാവിലെ തന്നെ വന്നല്ല. എണ്ണിച്ചിപ്പോ ഓടാ. ഇന്ന് സൺഡേ ആണ്, ട്യൂട്ടോറിയൽ ഇല്ല. നീ പോടാ തണ്ടി. നീ പോടാ. പണിയില്ലാതെ പോങ്ങന്മാരെ ഇറങ്ങിക്കോളൂ. ഇവൻ എന്നേലും പറഞ്ഞ സമയത്ത് വരുവാണെന്ന് എന്റെ കർത്താവേ, ഞാൻ
കണ്ണണ്ടല്ല 220. ഞാൻ ചാണാത്തി ചവിട്ടിയ കൊള്ളാം. ഇന്നലെ കറക്റ്റ് ഫിനിഷിംഗ് പോയിന്റ്. എടാ നീ എന്താ പറയാ ലേറ്റ് നീ നിന്നോണ്ടല്ലോ എന്റെ മൂട്ടിന്ന് പേര്. അതിന് മൂട്ടിന്നല്ല കാലിന്നല്ലേ വേര് മുളയ്ക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇന്നെന്താ പരിപാടി? എങ്ങോട്ടാ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു അർജന്റ് പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? വാ പറയാം. ഇത് വിളിച്ചിട്ടില്ലേ ഫോൺ? എന്റെ ഫോൺ പറ. ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. ലോട്ടറി അടിച്ച വാർത്ത അറിഞ്ഞ് 60-കാരൻ കൊഴിഞ്ഞൂണ് മരിച്ചു. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഈ പന്നിനെ വിളിച്ച് എപ്പോഴും ബിസിയാ. വല്ല പെമ്പിളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും. വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുക്കാം. കണ്ടാ മതിയായിരുന്നു. അല്ല ഇത് ഞാൻ കുത്തിയിട്ടവൻ 40% ഉണ്ടായിരുന്നല്ല, ഇപ്പം 30%. ഇതെന്താ ചാറ് താഴേക്കാണ് പോകുന്നത്? അവന്റെ ഒടുക്കത്തൊരുക്കി കുത്തിയിട്ട ഫോണിൽ നിന്ന് എങ്ങനെയാ ചാർജ് ഇറങ്ങിപ്പോയത്? നീ കുറെ നേരമല്ല തിരിഞ്ഞ് ആലോചന തുടങ്ങിയിട്ട്. അപ്പൊ അതൊന്നും വല്ലതും പറയടാ പന്നി. ബംഗ്ലാവിലുണ്ടല്ലോ. വിജയകൃഷ്ണൻ. ഹരിശങ്കർ. ആക്ടിംഗ് ആണോ അതോ ഡയറക്ഷൻ ആണോ? ഐ ആം ഓൾസോ ആക്ടിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ്? അങ്ങനൊന്നുമില്ല. തനിക്കോ? ഏയ് ഇല്ല. You carry on. You also carry on. Please sit here. Thank you. ഇതൊരു നടക്കി പോകില്ല. എന്താടാ? ഒന്നുമില്ല. ടെൻഷൻ. മോനായി മോനായി. യമനാ? യമനല്ല, യമൻ. നീ ഇങ്ങ് വന്നേ. വിജയകൃഷ്ണൻ ആൻഡ് ഹരിശങ്കർ അല്ലേ? ഇതിലാരാ വിജയകൃഷ്ണൻ? ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ ആ കേറിപ്പോയമാരെ കണ്ട? അവന്മാരും നമുക്ക് പണിയാവും. അവന്മാരെ വർത്താനത്തിലുണ്ട്, നല്ല നടന്മാരാണ്. അപ്പോൾ ഹരിശങ്കർ അല്ലേ? ആദ്യം പേര് വിളിച്ച് നോട്ട് ചെയ്തപ്പോ ഹരിശങ്കരൻ എന്നാ എഴുതിയേ, അതാ ചോദിച്ചേ. എന്താ? ഒന്നുമില്ല, തുമ്മാ വന്നേ. എന്താടാ? അല്ല, നിന്റെ കരച്ചിൽ കാണുമ്പോ എനിക്കും കൂടെ സങ്കടം വരുവാ. ആ നിക്കണ കറുത്തലുവേനെ കണ്ട അവനെ കണ്ടാലേ അറിയാം അവനാണ് ആ പടത്തിലും ഇല്ല. അഡ്രസ്സും ഫോൺ നമ്പറും വേണം. ദാ ഇവിടെ എഴുതിക്കോ. എന്നെ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. അതെ, പേരെന്തായിരുന്നു? നേരത്തെ വഴി പറയാനായിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓ വലിയ റൊമാൻറ്റിക് ഹീറോ എന്നാ വിചാരം. വാ ബ്യൂട്ടിഫുൾ, വാട്ട് എ ഫോറസ്റ്റ്. ഇതെന്ത് പണ്ടാണിത്, കേരളില്ലല്ലോ. എന്താണ് നിനക്ക് ഷോക്ക് അടിച്ചാ? ഇതൊക്കെ പൊളിച്ചോളാൻ എൻ്റെ ഇല്ലാട്ടോ പൈസ. ഒരു ചാദർ പോലും കുത്തറിയാൻ പാടാണ്. എടാ മാറ്, ഒന്ന് പിടിച്ചേ, ഒരു മിനിറ്റ്. മാറി. ചവിട്ടി
പൊളിച്ചാളത് ഇഞ്ചോടെ ഏയ് പൊളിക്കാറായിട്ടില്ല. അല്ല അല്ല ചാർജറേ. ഓ ഐ സി. ആ ഞാൻ കലേഷ്. ഞാൻ വിജയകൃഷ്ണൻ. ഞാൻ ഹരിശങ്കർ. വീരോടെ എറണാകുളം. ജനിച്ചത് വളർന്നതൊക്കെ കൊല്ലത്താണ്, ഇപ്പൊ കൊച്ചി. അതൊന്നും മാച്ചാകത്ത്. ഡയലോഗ് ഡെലിവറി ഞാൻ എറണാകുളം തന്നെയാണ്. അതെ, എന്താണ് പ്രശ്നം? ഒരു ചാർജറിന്റെ പ്രശ്നമാണ്, അത് കുറെ നേരമായി. പൊളിച്ച് 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 ഇങ്ങനെയാണ്. അതെ ഒന്ന് തീർന്നിച്ചേ, ഞാൻ മീറ്റിംഗ് ഉണ്ട്. വാ. ഇതെന്താ കമ്മിറ്റി ഓഫീസോ? മീറ്റിംഗ് കീച്ചാൻ ഒന്ന് ചുമ്മാരിയാണ്. രണ്ടുപേർക്ക് സംസാരിക്കാനായി നമ്മുടെ ഡയറക്ടർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് നിങ്ങൾ വന്നു, നന്ദി. ഞങ്ങളുടെ ആദ്യ സംരംഭമാണ് ഈ സിനിമ. മാത്രമല്ല, ഞാൻ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ നായകൻ്റെ ഫ്രണ്ട്, സൈഡ് റോള്, പിന്നെ വില്ലൻ. ഈ വിഭാഗങ്ങളാണ് നമ്മൾ ക്യാമ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഈ ചിത്രത്തിലെ നായകൻ ഒരു മോഡലാണ്. 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ടാലൻറ്റ് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ആപ്റ്റായ ക്യാരക്ടർ ഞങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ക്യാമ്പ് അടിച്ചു പൊളിക്കാം അല്ലേ? എന്താടാ ഇത്? അടുത്തായി നമ്മുടെ ക്യാമറമാൻ ഷാൻ മോൺട്രക്സൺ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ക്യാമറ ഫേസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ടാലൻ്റാണ് പ്രധാനം. ക്യാമ്പ് വച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ വിഷ് യു ഹാപ്പി ക്യാമ്പ് അല്ലേ? താങ്ക് യു. ഇനി ടീ ബ്രേക്കാണ്, അതിനുശേഷം ക്യാമ്പ് ആരംഭിക്കുന്നതാണ്. എന്നാൽ ശരി. ഫോളോ മീ. Yeah man, it's coming. എന്തൊക്കെയോ ഒരു വശപശക്കെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നി. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോന്ന് ചെയ്യിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കരിക്കായിട്ട് ഇപ്പോൾ തരുന്നതായിരിക്കില്ല മോനായിക്ക് തരുന്നത്, മോനായിക്ക് തരുന്നതായിരിക്കില്ല എനിക്ക് തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നിലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. നമുക്കെല്ലാവർക്കും ഇനി അങ്ങോട്ട് മാറി ഒന്നും ചെയ്യാം. കമാൺ. ഓ കോമഡിയാണോ? മിണ്ടായിരടാ, ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴോ. നമുക്കിപ്പോൾ ഡയലോഗ് ഇല്ലാതെ മുഖത്തെങ്ങനെ ഭാവങ്ങൾ വരുത്താം എന്ന് നോക്കാം. വിളിക്കല്ലേ ഹരിവാദ്യം. ഹരേ, ഒരാൾ കിട്ടും, അത് ഫ്രണ്ടാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം. ഹരി അവർക്കിട്ടൊരു പണി കൊടുക്കാനായി ചിന്തിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ കിട്ടുന്നു. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അതൊന്നും ഇവിടെ അഭിനയിച്ചാണ്. ഡയലോഗ്സ് ഇല്ല, ഓൺലി ആക്ഷൻ. പണി കൊടുക്കാനായിട്ട് അവർ ചെയ്യാം. ഓക്കെ. ദൈവമേ, ഇവൻ പൊളിച്ചല്ല. ഞാനെന്ത് തേങ്ങ കാണിക്കും? പിച്ചക്കാരനായാല. അടുത്തത് അനിവ. അനി അനി ഒരു വട്ടനായിട്ട് അഭിനയിക്കും. വട്ടനോ? ഡയലോഗ് വേണ്ടല്ലോ സാർ. വേണ്ട വേണ്ട. വാവ്, സൂപ്പർ. മതിയില്ലേ സാർ? മതിയല്ലേ? മതി മതി, പൊക്കോ. നിനക്ക് ഡാൻസ് ഒക്കെ അറിയോ? പിന്നില്ലേ. ഗൈസ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബോഡി മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ആദ്യമായി എല്ലാവരും കൂളായിട്ടേക്ക്. കൂളായിട്ട്. ബി കൂൾ മാൻ.
കിടന്ന് നുണയ്ക്കാതെ നേരേക്ക്. ഓക്കെ ലുക്ക് 1 2 വെയിറ്റ് മാൻ ശരിയാക്ക്. ലെഫ്റ്റിലേക്ക് വലത്തോട്ടല്ല ഇടത്തോട്ട്. ശരിയട്ടെ 1 2 3 4 1 2 3 4. രാമോൻ കാണിച്ചത് റോക്ക് സ്റ്റെപ്പ് അല്ലേ? ഇനി അല്പം റൊമാൻസ് ആവാം. എല്ലാം വേണമല്ലോ. ഓക്കെ ഓക്കെ. ആദ്യം തല ചരിച്ച് തല താഴ്ത്തുക. തല താഴ്ത്തി തല ചരിച്ച് വലത്തെ കാലെടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. സൈഡ് തിരിഞ്ഞു വെക്കുക. സൈഡ് തിരിഞ്ഞ് ശരിക്കടാ. ഓക്കെ. എന്നിട്ട് വലത്തെ കൈയെടുത്ത് ഇങ്ങനെ ഇടത്തെ നെഞ്ചിൽ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ണുകളിൽ ഫീലിംഗ് കൊണ്ടുവരിക. ഓക്കെ ചെയ്. ഇങ്ങനെ പ്രണയവർണ്ണങ്ങൾ തുളുമ്പി നിൽക്കുന്ന പോലെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. പൊങ്ങട്ടെ. ആ ഇങ്ങനെ ഒന്നുകൂടെ. പഞ്ചില് തിരി 1 2 3 4 1 2 നിൽക്ക്. മുഖത്ത് അത്രയും ഭീകരത വേണ്ട. കുറച്ച് പ്രണയം ആയിക്കോട്ടെ. എൻ്റെ മുഖം ശ്രദ്ധിക്കൂ. അപ്പോൾ വിജയ് ഒരു പെൺകുട്ടിയെ കണ്ടു. ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അവളെ നോക്കിയിരുന്നു. അവൾ വിജയ് നോക്കി. ഈ സിറ്റുവേഷൻ ചെയ്യണം. പൂവാലൻ. അതെ റെഡി വിജയ്? ഓക്കെ ആണോ സാർ? ഡബിൾ ഓക്കെ. ഹായ്. ഹായ്. താങ്ക്സ്. എന്തിനാ? ആ സമയത്ത് കറക്റ്റ് ഓപ്പോസിറ്റ് വന്ന് നിന്നതിന്. ശരിക്കും അതൊരു ആക്ടിങ് അല്ലായിരുന്നു കേട്ടോ. അല്ലേ? അല്ല, ആക്ടിങ് ആണ്. പക്ഷെ ആക്ടിങ് അല്ല. പക്ഷേ ആക്ടിങ് ആണ്. വിജയ് ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. വാ. ഊണ് കഴിച്ചായിരുന്നോ? ഇല്ല. എങ്ങനെയുണ്ട് ക്യാമ്പ്? കൊള്ളാമോ? സൂപ്പറാണ് സാർ. നമ്മുടേത് ഒരു റൊമാൻറ്റിക് സിനിമ മാത്രമല്ല, ഒരു മിക്സഡ് മൂവിയാണ്. രണ്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, പോയി കഴിക്ക്. വിജയേഷാ വായിരിക്കേ. വിജയ്, നമ്മുടെ ഫിലിം ഒരു ന്യൂ ജനറേഷൻ മൂവി അല്ല. അതിൽ പ്രണയമുണ്ട്, കുടുംബകഥയുണ്ട്, എല്ലാ ചേരുവകളും ചേർന്നതാണ് നമ്മുടെ സിനിമ. ഓക്കെ സാർ. നമ്മുടെ ക്യാമ്പ് വിജയകരമായി പൂർത്തിയായി. ക്യാമ്പ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അതെ സാർ, വളരെയധികം എൻജോയ് ചെയ്തു. നമ്മുടെ ക്യാമ്പിൽ ഓരോരുത്തരെയും ചെക്ക് ചെയ്യാറുണ്ട്. സ്വഭാവം, പെരുമാറ്റം, ഇവയൊക്കെ. അതിൻ്റെ ചാർജ് അനഘയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 100-ലാണ് മാർക്ക്. വിജയുടെ മാർക്ക് എത്രയാണ് അനഘ? വിജയ്ക്ക് 55. ഓ, നോട്ട് ബാഡ്. വിജയ്ക്ക് തന്നെ അറിയാമല്ലോ മാർക്ക് 55 ആയത് എങ്ങനെയാണെന്ന്. നിനക്ക് ഇതായിരുന്നല്ലേ പണി. വിജയ്, വളരെ കുറച്ച് ആൾക്കാർ ചേർന്നുള്ള ഒരു സംരംഭമാണ് നമ്മുടെ ഈ സിനിമ. ഇതൊരു കൂട്ടായ്മയാണ്. പ്രൊഡ്യൂസർ എൻ്റെ ഒരു റിലേറ്റീവാണ്. പുള്ളിയുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് ഈ സിനിമ. ഒരർത്ഥത്തിൽ എനിക്കിതൊരു ചാൻസാണ്. അങ്ങനെ ഈ സിനിമ എനിക്കൊരു തുണയായി. സാർ, ഇതൊക്കെ എന്നോട് വിജയ്, ഹരിശങ്കർ, കലേഷ്, നിങ്ങൾ 3 പേരെയുമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓ, താങ്ക് യു സാർ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ചാൻസാണ്. നിങ്ങൾ പുതുമുഖങ്ങൾ, സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് ഈ സിനിമയിൽ. ഇതിപ്പോൾ വളരെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും നായകൻ്റെ കൂടെയുള്ള റോളാണ് തരുന്നത്. പക്ഷേ നിങ്ങൾ സഹായിക്കേണ്ടി വരും. മനസ്സിലായില്ല. എമൗണ്ടായിട്ട് എന്തെങ്കിലും പറ്റുമോ? എത്ര ഉദ്ദേശിക്കുന്നത്? 1 lakh ഒക്കെ പറ്റുമോ? 1 ലക്ഷമോ? 1 lakh? സോറി സാർ, പറ്റില്ല. സാമ്പത്തിക ശേഷിയുള്ളൊരു വലിയ കുടുംബമല്ല സാറിൻ്റെത്. ഒരു 50,000 എങ്കിലും. സാറ് നടക്കില്ല. വീട്ടിൽ പറയാനും പറ്റില്ല.
ഇത് തന്നെ വന്ന എൻ്റെ റിസ്കില്ല. 3000 രൂപ ഒപ്പിച്ചോടെ എനിക്കറിയാം. നിങ്ങളതിന് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഈ എമൗണ്ട് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് റോളുണ്ട്. ഡയലോഗ് ചിലപ്പോൾ കാണും, പക്ഷെ പോസ്റ്ററിൽ പടം കാണില്ല. അപ്പം വെളിയിൽ കുറച്ച് പാവങ്ങൾ നിൽപ്പുണ്ട്. അവർ ജൂനിയർ ആർട്ടിസ്റ്റ്. എമൗണ്ട് തന്നില്ലെങ്കിൽ ഞങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ? ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫീൽഡിൽ തന്നെ ഉണ്ട് ദിവസക്കൂലിക്ക്. എന്നിട്ടും അത് സേവ് ചെയ്യാൻ കൂടി ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ബലിയിടാക്കും അല്ലേ? ജൂനിയർ ആർട്ടിസ്റ്റ് ആവാനാണോ സാർ ഞാൻ വീട്ടിൽ നിന്നും വിട്ട് 3000 രൂപയും കളഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടത്? പൈസ കൊടുത്തു എന്ന് കരുതി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. മെയിൻ റോളല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ നിങ്ങളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്? ചുരുക്കം പറഞ്ഞാൽ മെയിൻ താരങ്ങൾക്ക് മാത്രം പൈസ മുടക്കാനല്ലേ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? വിജയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ സഹകരിക്കാം, ഇല്ലെങ്കിൽ പോകാമെന്ന് അല്ലേ സാറേ? ഞങ്ങൾ തന്ന 3000 രൂപ വല്ല അനാഥാലയത്തിലും കൊടുത്തെന്ന് വിചാരിച്ചോളാം. വരട്ടെ സാറേ. ഇനി ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ കാണാനിടേണ്ടതിരിക്കട്ടെ. വരട്ടെ സാറേ. കയ്യിലെ കാശിന്റെ വില അറിയത്തില്ലെങ്കിൽ വല്ല അനാഥാലയത്തിലെ പിള്ളേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കും സാറേ, പുണ്യം കിട്ടും. വരട്ടെ. ഇനിയിപ്പോൾ എങ്ങനാ? ഇപ്പൊ എന്ത് ചെയ്യും? അതെ, നീ ഒരു കാര്യം ചെയ്യും, ആ ഫ്രീക്കന്മാരെ ഇഞ്ഞ് വിളിക്ക്. സർ ഈ ബാച്ചിനെ വിട്ടേക്ക്. അനഘ പറഞ്ഞ ജോലികൾ ചെയ്യും. അനിതും മോനായും ഇങ്ങൊന്നേ. അതേ വന്നു സാറേ. പോട്ട് വരാം. ആ ചെല്ല്. ആ വരൂ ഇരിക്കും. ചായ കുടിച്ചല്ലോ അല്ലേ? ആ ചായ കുടിച്ചു സാർ. അനിരുദ്ധ് മോനായി, നിങ്ങൾ സെലക്റ്റഡ് ആണ്. കോളടിച്ചല്ലോ. നിങ്ങളെ രണ്ടുപേരെയുമാണ് നായകന്റെ കൂട്ടുകാരുടെ പ്രധാന റോൾ ചെയ്യാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്യാമ്പ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഈ റോളിന് കുറച്ച് പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നായകന്റെ കൂടെ നിൽക്കുന്ന മെയിൻ റോൾ തരുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഈ റോളിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഓരോ 1,00,000 രൂപ വീതം തരേണ്ടി വരും. മോനായി സാറേ, ഞങ്ങൾ പൊട്ടന്മാരല്ല. അവന്മാരെ ഇവിടെ നിന്ന് വിളിപ്പിച്ചപ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ അവന്മാരെ ഫേസ് കണ്ടപ്പോഴേ 60 വാട്ടിൻ്റെ ബൾബ് അടിച്ച പോലെ ആയിരുന്നു കേട്ടോ സാറേ. സാറ് പറഞ്ഞ 2,00,000 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഷോർട്ട് ഫിലിം പിടിക്കലോ സാറേ. സാറേ, ഞങ്ങളിവിടെ വന്ന ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി ഇവിടെ നടക്കുന്ന കുളത്തിലാണെന്ന്. അല്ലടാ മോനായി? വെറുതെ ഇവരുടെ കൂടെ ആണെന്ന് ഫ്യൂച്ചറിൽ കണ്ട് വീട്ടിൽ പോവച്ചേ. വരട്ടെ സാറേ. അടാ മോനായി. 3 ദിവസം കിടന്ന് പൊട്ടം കളിപ്പിച്ചിട്ട് അവന്മാർ കോപ്പിലെ വർത്താനം പറയാണ്. പണി കൊടുക്കാൻ അറിയാൻ പാടിട്ടല്ല. എല്ലാവരും എന്ത് പറയണ്? ഇവന്മാരെയൊക്കെ കയ്യിലോട്ട് പിടിച്ച് കീച്ചേ വേണ്ട. ചുമ്മാ അറിയണ, അവന്മാർക്ക് ഇങ്ങനെയല്ല പണി കൊടുക്കേണ്ടത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അമ്മാതിരി പണി. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കൂടെ എന്തിനും ഞാൻ ഈ ജോമലും റെഡിയാ. ഇനിയുള്ള അങ്ങോട്ട് ഈ ഒരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഞാനൊരു കാര്യം പറയാം. ഈ ക്യാമ്പിലൂടെ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്താലെന്താ? നല്ലൊരു ഐഡിയ ആണ് പിടി. നമുക്ക് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കലാകാരന്മാർക്ക് കൂടി ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടൊരു പ്രചോദനം കിട്ടുന്നെങ്കിൽ അത് കിട്ടിയിരിക്കണം. എന്തു പറയുന്നു? ഓക്കെ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. ഇവിടെ നിന്റെ ബുക്കിനുള്ളിൽ ഞാൻ എൻ്റെ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട്. നീ വിളിക്ക്, ഉറപ്പാ. അതങ്ങ് കീറി കളഞ്ഞേ കേട്ടാ. എനിക്കൊരു അബദ്ധം പറ്റിയതാ കേട്ടല്ലോ. ദൈവത്തെ ഓർത്ത് വിളിച്ചേക്കരുത്. എടി പിച്ച എടുക്കുന്നവർക്ക് ഇതിലും അന്തസ്സുണ്ടടി. വരട്ടെ. ഗുഡ് ബൈ. ശരിക്കും താങ്ങിയല്ലേ? പിന്നല്ല, താങ്ങി. ആരല്ല ജോമനെ, നീ വാ. എന്തായാലും അവർക്കൊരു പണിയായിട്ടുണ്ടായിരിക്കും അല്ലേ? പണി തന്നെയാണ്, അത് നല്ല പണി തന്നെ കിട്ടി. എന്തായാലും ഡയറക്ടർ സാറിൻ്റെ കട്ടയും പടമൊക്കെ ഇളകി കാണുമല്ലേ? ഇവിടെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ടല്ലോ. വ്യൂവേഴ്സ് എത്രയാടാ? എടുക്കട്ടെ. ഹലോ ഹലോ. ഹലോ വിജയ്. അതെ, ആരാ? ക്യാമറമാൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചില്ലേ? ഓ, എന്താ സാറേ? ആയിക്കോട്ടെ. സോങ്ങാ? നിങ്ങളൊരു കൊറിയോഗ്രാഫർ അല്ലേ സാറേ? ഡാൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടുപോരുന്നല്ലേ സാറേ, പിന്നെന്താ ഞങ്ങളെ വിളിക്കുന്നത്? നിങ്ങളാദ്യം നിങ്ങളുടെ സിനിമ ഒന്ന് റിലീസ് ചെയ്ത് കാണിക്കും സാറേ. അതെപ്പോഴും കട്ടപ്പുറത്തല്ലേ? എന്തോ?
വെയിറ്റ് ചെയ്യും. ഡേ ആരാ വിളിച്ചെന്നറിയോ? ശ്യാമ. ആ തെണ്ടിയാണോ? ആ അവനാ ആ ആ തെണ്ടിയോട് പോയി പണി നോക്കാൻ പറ. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഞാനപ്പോ തന്നെ വേറെ പണി നോക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാം എന്തു അല്ല അവൻ്റെ ഷാൻമോൻ റെക്സും ഒരു തലയെക്കെട്ടും മാറ്റെടുത്ത താടിയും മണക്ക ഡാൻസും. ആ ഡയറക്ടറുടെ ഡാൻസ് ആയിരുന്നു സഹിക്കാൻ പറ്റാഞ്ഞ. ശരിയാ ശരിയാ. അവന് റൊമാൻസ് കാണാൻ പോലും, എന്നിട്ട് എക്സ്പ്രഷൻ വരാൻ അവൻ്റെ മോന്തയിൽ നോക്കണം പോലും. ഓ അൺസഹിക്കബിൾ. എൻ്റെ അനിയൻ വിളിക്കുന്നു. എന്താടാ ഇവിടെ ആരാ കാണാൻ വന്നേക്കണം? ഇങ്ങോട്ട് വരാൻ പറ. ഒരു വെണ്ണ. പെണ്ണ വിടുവരാം. ഇപ്പൊ വരാട്ടാ. ഡാ ഒരു പെണ്ണ് വാർത്ത എടുക്കാൻ വന്നേക്കണ്. വാർത്ത ഞങ്ങൾ സിനി മാഗസിന് വരികയാണ്. അടുത്ത ആഴ്ചയിലെ യുവ എന്ന ഫീച്ചറിലേക്ക് നിങ്ങളുടെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള വാർത്തയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഇന്റർവ്യൂ എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് ഫിലിംസിലൂടെ പലരും പലതവണ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയാസിൽ ചർച്ചാ വിഷയം എഫ് ഓ ഫ്രണ്ട്സ് ആണ്. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അനിരുദ്ധ്. ഞാൻ കലേഷ്. ഞാൻ ശങ്കരൻകുട്ടി. ഞാൻ ജോമോൻ. ഞാൻ അപ്പു. ഞാൻ ഹരിശങ്കർ. ഞാൻ വിജയ്ഷൻ. ജോൺ കെ മോനായി. നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഞാൻ 2 തവണ കണ്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇതൊരു തരത്തിലൊരു അനുഭവമായിരുന്നു. ഞങ്ങളെ കുറേ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഷോർട്ട് ഫിലിം തന്നെ ഞങ്ങൾ ഇത്ര സക്സസ് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൊരു അഭിമുഖത്തിന് പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു വിധിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞാൻ ഇവരോടൊക്കെ പറയും ഞാനിങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ വേദനയും പരിശ്രമവും അതേപോലെ ഇതിൽ കാണാം. ഞങ്ങൾ വലിയ സ്റ്റാർസ് ഒന്നുമല്ല, പക്ഷേ ഈ ഷോർട്ട് ഫിലിം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ വലിയ സ്റ്റാർസ് തന്നെയാണ്. ഞാൻ മാത്രമല്ല മോനായി. ഇതിനുള്ള പ്രചോദനമൊക്കെ തന്നത് ഇവരൊക്കെ തന്നെയാണ്. എന്താണ് എഫ് ഒ ഫ്രണ്ട്സ്? എന്താണ് ഇരുട്ടുകാട്ടിൽ കുരുട്ടു പനീസ്? എനിക്കത് മനസ്സിലായി. ഇനി കാണാനുള്ളവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എഫ് ഫോർ ഫ്രണ്ട്സ് അത് ഞങ്ങളുടെ നെഞ്ചു കുറിച്ചിട്ട സ്വത്താണ്. അതെ, എഫ് ഫോർ ഫ്രണ്ട്സ്. എഫ് എന്ന അക്ഷരത്തിൽ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്കും പറഞ്ഞു പഠിക്കാൻ ഫ്രണ്ട്സ് എന്ന വാക്ക് മാത്രം മതി. ഇതിവിടെ ഞങ്ങൾ തെളിയിച്ചു. പ്രൊഡ്യൂസറൊന്നുമില്ല, ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങളുടെ ബാനറാണ് ഇപ്പോൾ എഫ് ഫോർ ഫ്രണ്ട്സ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അത് തന്നെയാണ്. അതിപ്പോൾ കണ്ടവർക്ക് മനസ്സിലായി കാണും. ചതി, വഞ്ചന എന്നീ 2 പദങ്ങളെയാണ് ഞങ്ങൾ ഈ കഥയിലെ വില്ലന്മാരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരുട്ട് കാട്ടിൽ കുരുട്ട് പന്നീസ് എന്ന ഈ ടൈറ്റിൽ തന്നെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നും. പത്രങ്ങളിൽ വരുന്ന വാർത്ത കണ്ട് ആരും എടുത്തിയാടരുത്. സിനിമ എന്ന മോഹമായി ഇവിടെ നടക്കുന്ന ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. സിനിമ എന്ന മേഖല ഒരു കച്ചവട മേഖലയെ കാണുന്ന ചില മൂഷികമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. കഴിവുള്ളവരെ മാറ്റി നിർത്തി കാശിന് മുൻഗണന കൊടുത്ത് ഏത് തൊട്ടിയും പിടിച്ച് നായകനാക്കുന്ന ഈ നീചമായ ഏർപ്പാടങ്ങ് മാറണം. കയ്യിൽ കുറെ ക്യാഷ് ഉണ്ടെന്ന് കരുതി സിനിമ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചില അവന്മാരുണ്ട്. അവരും കൂടി അറിയാൻ വേണ്ടിയാണിത്. ഇതിപ്പോൾ അവർ കണ്ടാലും ഇല്ലെങ്കിലും ശരി. സിനിമ എന്നത് വലിയൊരു മേഖല തന്നെയാണ്. അത് തിരിച്ചറിയുന്നത് ഞങ്ങളെപ്പോലെയുള്ള കലാബോധമുള്ള ആളുകൾ തന്നെയാണ്. സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കലാകാരന്മാരോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും. അതുവരെ മുന്നോട്ട് പോകുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മാത്രമല്ല, ടീം എഫ് ഫോർ ഫ്രണ്ട്സിനും. നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം സഫലമാകട്ടെ. അടുത്ത പ്രൊജക്റ്റ് വല്ലതും സംഭവിച്ചേക്കാം. ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച ടീം എഫ് ഒ ഫ്രണ്ട്സിന് നന്ദി. താങ്ക് യു. അതെ, പേരെന്തായിരുന്നു? നൈസായിട്ട് അവന്മാരൊരു പണി തന്നു അല്ലേ? പിന്നെ അല്ലേ, പണിഞ്ഞൊന്നുമല്ല, പണിഞ്ഞു. 28 പടം റിലീസാക്കുന്നു വിമളക്കിയതാ. ഇപ്പം അതേ ഡേറ്റിൽ അവന്മാർ ഷോർട്ട് ഫിലിം റിലീസായി. ഒരാഴ്ച കൊണ്ട് അവന്മാർ യൂട്യൂബിൽ 1.5 ലക്ഷം വ്യൂവേഴ്സിനാണ് ഉണ്ടാക്കിയത്. ഇവിടെ എഡിറ്റിംഗ് പോലും കഴിഞ്ഞിട്ടില്ല. ആ നായികയും തള്ളക്കും റൂം തിരക്കി പോയത്. പക്ഷെ ഒരു മര്യാദ ഉള്ളവരാണ് കേട്ടോ. നമ്മുടെ ആരുടെയും പേര് അതിൽ യൂസ് ചെയ്തിട്ടില്ല. ഭാഗ്യം. ആ പെഫ്കേലെങ്ങാനും വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവര് വിളിക്കില്ല. അതെന്താ? അതല്ലേ നീ കുറച്ച് മുമ്പേ പറഞ്ഞത് അവര് മര്യാദക്കാരാണെന്ന്. അത് തന്നെ കാര്യം. ഇനി ആ പ്രൊഡ്യൂസർ പൊങ്ങനോട് എന്ത് പറയുമെന്തോ. എന്തെങ്കിലും കാട്ടിക്കൂട്ടി